BMH കൺവെൻഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നത് KPCC അംഗവും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് BP അബ്ദുൾ റഷീദാണ്. ധർമ്മടത്ത് വലിയ രാഷ്ട്രീയ പോരാട്ടം നടത്താൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമാണ് BP അബ്ദുൾ റഷീദിന്. അവിടെ ഒരു മുന്നൊരുക്കത്തോടുകൂടി ഒന്നുകൂടി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഫലം മറ്റൊന്നാകുമായിരുന്നു എന്നും അബ്ദുൾ റഷീദ് പറയുകയാണ്. പിണറായി പാറപ്പുറത്താണ് 1921 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറവി കൊള്ളുന്നത്. ഏറ്റവും കൂടുതൽ രക്തസാക്ഷികളുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച്, CPM-നെ സംബന്ധിച്ച് ധർമ്മടം. 8 പഞ്ചായത്തുകളുണ്ട്, വലിയ പഞ്ചായത്തുകളാണ് 8. ആ 8 പഞ്ചായത്തും നിലവിൽ ഇടതുപക്ഷം ഭരിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി അവകാശപ്പെട്ടത് ഏറ്റവും കൂടുതൽ വികസനം നടന്നു എന്ന് പറയുന്ന ഒരു അസംബ്ലിയാണ്. കടമ്പൂരും മുഴപ്പിലങ്ങാടും ഒഴിച്ചു നിർത്തിയാൽ മറ്റ് 6 പഞ്ചായത്തുകളിൽ ഒരു കാലത്തും പഞ്ചായത്ത് തുടങ്ങിയതിൽ പിന്നെ ഇന്നേ വരെ UDF ഭരിക്കാത്ത പഞ്ചായത്തുകളാണ് മറ്റ് 6 പഞ്ചായത്തുകളും. ഈ ധർമ്മടത്ത് സ്ഥാനാർത്ഥിയായി പോകുമ്പോൾ മുന്നിലുണ്ടായിരുന്നത് അതിഭീകരമായൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയിൽ നിന്നാണ് കേവലം 14 ദിവസം കൊണ്ട് ലോകത്തെ മുഴുവൻ മലയാളികളും ആവേശത്തോടുകൂടി കണ്ട ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടിലേക്ക് പരാജയപ്പെട്ടുവെങ്കിലും പിണറായി ഇതിന് 51,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. ആ ഭൂരിപക്ഷമാണ് 19,000-ലേക്ക് കുറയുന്നത്. 32,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം കുറയാണ് ധർമ്മടത്ത്. ചെറിയ കാര്യമൊന്നുമല്ല. തളിപ്പറമ്പിലും ധർമ്മടത്തും പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് അബ്ദുൾ റഷീദ് പറയുന്നത്. രണ്ടിടത്തും വലിയ പോരാട്ടം നടത്താൻ കഴിഞ്ഞു. തളിപ്പറമ്പിൽ UDF-ന്റെ ഏത് സ്ഥാനാർത്ഥി മത്സരിച്ചാലും ജയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുകയാണ് അബ്ദുൾ റഷീദ്. ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ എല്ലാ വാർഡുകളിലും, പരമാവധി വാർഡുകളിൽ UDF സ്ഥാനാർത്ഥികളോടൊപ്പം, ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളോടൊപ്പം വീടുകൾ കയറി പരമാവധി ഫേസ് ടു ഫേസ്. അതിൽ കുറേ CPM പ്രവർത്തകരുടെ വീടുകൾ, അതുപോലെ തന്നെ ഇടതുപക്ഷ പ്രവർത്തകരുമായി വളരെ അടുത്ത സൗഹൃദം. കാരണം ഇടതുപക്ഷത്തിൻ്റെ വോട്ടും കൂടെ കിട്ടാതെയും അവിടെയും ജയിക്കില്ല. ജയിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും അവിടെ ഒരുക്കി വെച്ചു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഇരുന്ന് ആ സാഹചര്യത്തെ വിലയിരുത്തുകയും പാർട്ടി എടുത്ത തീരുമാനം സ്വാഭാവികമായിട്ട് അംഗീകരിക്കണം എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. സ്വാഭാവികമായി ഞാൻ ഇരു കൈ നീട്ടി സ്വീകരിച്ചു. ജയിക്കാമായിരുന്നു UDF-ന്റെ ഏതൊരു സ്ഥാനാർത്ഥിയായാലും, കോൺഗ്രസിൻ്റെ ഏതൊരു സ്ഥാനാർത്ഥിയായാലും അവിടെ. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 8,800 വോട്ടിൻ്റെ ഭൂരിപക്ഷം നമുക്ക് മുൻപ് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യമൊന്നും ഇല്ലാതെ തന്നെ ശ്യാമല ടീച്ചറെ സ്ഥാനാർത്ഥിത്വമോ അതല്ലെങ്കിൽ ഈ പറയുന്ന TK ഗോവിന്ദന്റെ വരവോ ഇതൊന്നുമില്ലാതെ തന്നെ 8,800 വോട്ടിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പുള്ള പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ 1000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം. തളിപ്പറമ്പിന്റെ ട്രെൻഡ് മാറി, രാഷ്ട്രീയം മാറി എന്നുള്ള സൂചന 2 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തന്നു. ധർമ്മടത്തെ പോരാട്ടത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള അധിക്ഷേപത്തിന് ഇരയാകുന്നുണ്ട് താൻ എന്നാണ് അബ്ദുൾ റഷീദ് പറയുന്നത്. കുടുംബത്തെ അടക്കം അധിക്ഷേപിക്കുകയാണ്. ഇത് വലിയ പ്രയാസമുണ്ടാക്കുന്നുണ്ട് എന്ന് അബ്ദുൾ റഷീദ് പറയുന്നു. അതുപോലെ തന്നെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അബ്ദുൾ റഷീദ് പറയുന്നുണ്ട്. തുടർച്ചയായി UDF-ന് ഭരിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ഈ സർക്കാർ പോകുന്നു എന്ന വിലയിരുത്തലാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. എന്തിനാണ് ഇങ്ങനെ വ്യക്തിഹത്യ നടത്തുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇത് എന്നെ മാത്രമല്ല, എൻ്റെ സുഖമില്ല, എൻ്റെ പിതാവ് കഴിഞ്ഞ് 20 വർഷക്കാലമായി സുഖമില്ലാതെ കിടക്കുകയാണ്. ആ പിതാവിനെ എത്ര കമൻറ്റുകളിലാണ് ആ പിതാവിനെ ആക്ഷേപിക്കുന്നത്. എൻ്റെ മാതാവിനെ അതിക്രൂരമായ തരത്തിലാണ്, ഒരു പക്ഷേ മനസ്സാക്ഷിയുള്ളവർക്ക് പോലും അത് വായിച്ച് തീർക്കാൻ കഴിയില്ല. ആ രീതിയിലാണ് അത്തരത്തിൽ ആക്ഷേപം നടത്തുന്നത്. എൻ്റെ കുടുംബത്തിന് നേരെയുള്ള ആക്ഷേപം. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്
പരാജയപ്പെട്ടു പോയാൽ വീട്ടിലിരിക്കണം എന്ന് പറയുന്നത് അതെന്ത് ന്യായമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാനൊരു അമാനുഷികനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആളാണെന്ന് ഞാൻ അവകാശപ്പെട്ടിട്ടില്ല. ഞാൻ ഒരു സ്ഥലത്തും ഞാൻ ജനപ്രതിനിധിയാണെന്ന് അവകാശപ്പെട്ടിട്ടില്ല. ഇപ്പം തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന മാധ്യമ ചർച്ചകളും അല്ലെങ്കിൽ പരിപാടികളുമാണ് അസ്വസ്ഥമാക്കുന്നത്. ഇതൊന്നും ഞാൻ പ്ലാൻ ചെയ്യുന്നതല്ല. ജനമാണ് വോട്ട് ചെയ്തത്. ധർമ്മടത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടുണ്ട് അതിനകത്ത്. ഈ 4 ലക്ഷത്തോളം വരുന്ന വോട്ട് കൂടിയെങ്കിൽ, വോട്ട് ഷെയർ വർദ്ധിച്ചെങ്കിൽ അതിൽ 10,000-കണക്കിന് വോട്ടുകളും ധർമ്മടത്തെ CPM-ന്റെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ആയിരുന്നു. ധർമ്മടത്തെയും തളിപ്പറമ്പിലെയും പോരാട്ടം, അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഇതൊക്കെ തന്നെ അബ്ദുൾ റഷീദ് വിശദമായി ഈ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദുമായുള്ള BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ ഞായറാഴ്ച രാത്രി 9 മണിക്ക് കണ്ണൂർ വിഷനിൽ. മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ.